നമുക്ക് കോട്ടയത്തേക്ക് പോയാൽ അവിടെ ടോബി ജോൺസണുണ്ട് മധ്യകേരളത്തിലെ വിവരങ്ങളുമായി. ടോബി, വെരി ഗുഡ് മോർണിംഗ്. അവിടെ പല ആറുകളുണ്ട്, പെട്ടെന്ന് ആറുകളൊക്കെ കരകവിയുകയും അവിടെയൊക്കെ മുങ്ങുന്ന പ്രദേശങ്ങൾ ഒരുപാടുണ്ട്, ഈ ഇല്ലിക്കൽ കുമരകം മേഖലകളൊക്കെ. എന്താണ് കോട്ടയത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റിന. എന്തായാലും ക്രിസ്റ്റിന പറഞ്ഞതുപോലെ തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാകുന്ന നിരവധി സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഈ താഴത്തങ്ങാടി ഇല്ലിക്കൽ മേഖലയാണ്. നമുക്ക് മീനച്ചിലാറിന്റെ നിലവിലൊരു അവസ്ഥ കാണിച്ചു കൊടുക്കാം. ഒഴുക്കുണ്ട്, ജലനിരപ്പ് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട രീതിയിലൊന്നും നിലവിൽ ഉയർന്നിട്ടില്ല. അതൊരു ആശ്വാസമാണ്. എന്നിരുന്നാൽ പോലും കോട്ടയംകാരെ ഇന്നലെ ആശങ്കപ്പെടുത്തിയത് അതിശക്തമായിട്ട് വീശിയടിച്ച കാറ്റാണ്. മണിക്കൂറിൽ 62 കിലോമീറ്റർ വേഗതയിലാണ് ആ കാറ്റ് ഇന്നലെ കോട്ടയം നഗരത്തിൽ വീശിയടിച്ചത്. അതുപോലെ തന്നെ 52 കിലോമീറ്റർ വേഗതയിൽ കുമരകം ഭാഗത്തും കാറ്റ് വീശി. ഇത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഫയർഫോഴ്സിൽ നിന്നടക്കം വിവരം ലഭിക്കുന്നത്. കുമരകം ഭാഗത്ത് ഇന്നലെ മരം വീണ് കുമരകം ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം താറുമാറായി. അതുപോലെ തന്നെ നിരവധി വീടുകളുടെ മുകളിലും മരം വീണു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് പുലർച്ചെ ലഭിച്ചു. അതോടൊപ്പം തന്നെ കോട്ടയം നഗരത്തിന്റെ വിവിധ മേഖലകളിൽ കഞ്ഞിക്കുഴി പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് നാശനഷ്ടം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും ആ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നൽകാൻ സാധിക്കും. 2 ദിവസമായി അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് കോട്ടയം ജില്ലയിലുള്ളത്. നമ്മൾ കണ്ടതുപോലെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2 ആഴ്ചകൾക്ക് മുമ്പ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുകയും അതേ തുടർന്ന് ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയരുകയും നിരവധി വീടുകളിൽ വെള്ളം കയറുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. അതൊന്ന് മാറി വരുന്നതിന് മുൻപ് തന്നെ അടുത്ത മഴ ശക്തമായിട്ട് വരുന്നു. ഇത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഖനന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജില്ലാ കളക്ടർ. അത് വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്നുകൂടി നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും നൽകുന്നത്. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, ഇവിടെ രാജേന്ദ്രൻ സ്വത്തൂട്ടൻ പറയുന്നു, ഓ മൈ ഗോഡ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുകയാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുറത്തിറങ്ങിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞിപ്പം മസ്റ്റായിട്ട് പുറത്ത് പോയി ജോലിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. അതല്ലാതെ സുരക്ഷിതമായി വീട്ടിലിരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ വീട്ടിലിരിക്കുക എന്നേ പറയേണ്ടൂ. അത്യാവശ്യം മാത്രം പുറത്തിറങ്ങാം.